എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെറോദ 2010 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. അത് മാത്രമല്ല ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് സെറോദ. ഇപ്പൊ നമുക്ക് ഇക്വിറ്റി ഡെലിവറിക്കാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണെങ്കിലും സെറോദയിൽ 0 ബ്രോക്കറേജ് ആണ് വരുന്നത്. അതുപോലെ ഇൻട്രാഡേ എഫ് ആൻഡ് ഒയിൽ ട്രേഡ് ചെയ്തതിന് 20 രൂപ അല്ലെങ്കിൽ 0.03%, അതിലേതാണ് കുറവ് അതാണ് ബ്രോക്കറേജ് ഫീ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് സെറോദയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്. നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ക്യാൻസൽഡ് ചെക്കോ ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിഗ്നേച്ചർ നമുക്ക് ഓൾറെഡി നേരത്തെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ആ കറന്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ കറന്റ് ടൈമിൽ തന്നെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻകം പ്രൂഫ് ഓപ്ഷണൽ ആണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം വരുന്നത്. അപ്പം സെറോദയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഫോൺ നമ്പറിലേക്കായിരിക്കും OTP വരുന്നത്. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇമെയിൽ ID സെലക്ട് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇമെയിൽ ID കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സെറോദയ്ക്ക് വേണ്ടിയാണ് ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പേര് നേരിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. പക്ഷേ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പറും പാൻ കാർഡിലുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വാട്ട് പ്രൊഡക്റ്റ് യു വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത്. ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൽസറി ആണ്. അതിന് തൊട്ട് താഴെയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും കമ്മോഡിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് ആധാർ KYC വെരിഫിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നമ്മുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും സെറോദ നമ്മളോട് കൺസേൺ ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോട്ടെ എന്ന്. അതിനുവേണ്ടി നമ്മൾ ഈ ആധാർ കാർഡിനെയും പാൻ കാർഡിനെയും തൊട്ടടുത്തുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. സെറോദയ്ക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. ഇവിടെ നമ്മുടെ ഫാദറിന്റെ നെയിമും മദറിന്റെ നെയിമും നമ്മുടെ മാരേജ് സ്റ്റാറ്റസ് സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ആനുവൽ ഇൻകം സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ പുതിയ ഒരാളാണോ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ ഒക്യുപ്പേഷൻ, നമ്മുടെ ജോലി സെലക്ട് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ്, ഇപ്പം നമുക്ക് റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ് മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ എന്നൊക്കെ സെലക്ട് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ ആർ യു എ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ഒരാളാണ് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. ഇവിടെ നമുക്ക് എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതായത് അക്കൗണ്ട് നമ്പറും IFSC കോഡ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരെ മറിച്ച് ഫോൺ പേ സെലക്ട് ചെയ്യുന്നെങ്കിൽ സെറോദയ്ക്ക് ഡയറക്റ്റ് ആയിട്ടൊരു 1 രൂപ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വെബ്കാം വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞ് സെൽഫി ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനാണ്. അതായത് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജും അതുപോലെ സിഗ്നേച്ചർ, അതായത് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സിഗ്നേച്ചർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഇൻകം പ്രൂഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ഓൾറെഡി കണ്ടതാണ്. അത് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ആ ഇൻകം പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ സൈഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്താൽ മതി ഇൻകം പ്രൂഫായിട്ട്. അതിനുശേഷം നമ്മുടെ നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നമ്മൾ നോമിനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നോമിനിയുടെ നെയിം, നോമിനിയുടെ മൊബൈൽ നമ്പർ, നോമിനിയുടെ ഇമെയിൽ ID, നമ്മൾ നോമിനിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സൈൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ, 3 ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാൻ സാധിക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന് സെലക്ട് ചെയ്യുക.
അപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും ഒക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സൈനിങ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് OTP എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതായത് നമ്മുടെ പ്രൊസീജിയർ, നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. നമുക്കിവിടെ യുവർ യൂസർ ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിത് ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം നമ്മൾ കൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കൈറ്റ് യൂസ് ചെയ്യുമ്പോൾ, ആ ആപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ യൂസർ IDയുടെ ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ അതിനുശേഷം നമ്മൾ കൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഉള്ള ആ യൂസർ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് സെലക്ട് ചെയ്യുക. ഇനി കൈറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതാണ്. സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക.